ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം പതിപ്പിലെ ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ISLന്റെ വമ്പന്മാരായ മുംബൈയും മോഹൻ ബഗാനും ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ കിരീടം നേടാൻ ഇരു ടീമിനും തുല്യ അവസരം തന്നെയാണെന്നാണ് ആരാധകരുടെ പക്ഷം. എന്നാൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മോഹൻ ബഗാന് കുറച്ചുകൂടി അനുകൂല സാഹചര്യം തന്നെയാണ്. സീസണിൽ 2 വട്ടം ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ ഓരോ കളി വീതം ഇരു ടീമും വിജയിച്ചു. എന്നാൽ ലീഗിന്റെ അവസാന മത്സരമായിരുന്ന മോഹൻ ബഗാൻ മുംബൈ സിറ്റി FC മത്സരം ബഗാൻ വിജയിച്ചതോടെ 10ാം സീസണിലെ ലീഗ് ഷീൽഡ് മോഹൻ ബഗാൻ സ്വന്തമാക്കിയിരുന്നു. മോഹൻ ബഗാൻ ഒഡീഷയെയും മുംബൈ ഗോവയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനലിലെത്തിയിരിക്കുന്നത്. ആദ്യ പാദത്തിലെ തോൽവി മറികടന്ന് 2ാം പാദത്തിൽ തിരിച്ചു വന്നാണ് ബഗാൻ എത്തിയതെങ്കിൽ 7 മിനിറ്റിലെ ഇഞ്ചുറി ടൈമിൽ 3 ഗോളുകൾ തിരിച്ചടിച്ച് 2ാം പാദവും വിജയിച്ചാണ് മുംബൈ എത്തുന്നത്. അർമാൻഡോ സാദിഖു, മൻവീർ, പെട്രറ്റോസ്, ലിസ്റ്റൻ കൊളാസോ, കമ്മിൻസ് എന്നിവരെല്ലാം ബഗാനായി എപ്പോൾ വേണമെങ്കിലും ഗോൾ നേടാൻ സജ്ജരാണ്. അതുപോലെ തന്നെ സാവലും ദാപ്പയുമെല്ലാം കൃത്യമായി തന്നെ മധ്യനിര സുരക്ഷിതമാക്കുന്നു. അൻവർ അലി, ഹെക്ടർ, ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസുമെല്ലാം പ്രതിരോധത്തിലൊന്നിക്കുന്നതോടെ ബഗാനെതിരെ ഗോൾ നേടാൻ ഏത് വലിയ മുന്നേറ്റ നിരയും ഒന്ന് കഷ്ടപ്പെടും. മുംബൈയുടെ കാര്യത്തിൽ തിരിച്ചാണ്. വിദേശ താരങ്ങളെക്കാൾ പ്രിയം മുംബൈക്ക് ഇന്ത്യൻ താരങ്ങളെയാണ്. ആക്രമണത്തിൽ വിക്രം പ്രതാപും ബിപിൻ സിംഗും ചാങ്തയും ഇവരെയെല്ലാം തടയാൻ മോഹൻ ബഗാൻ കുറച്ച് വിയർക്കേണ്ടി വരും. ചാങ്തയുടെ സ്പീഡിനെയാണ് ബഗാൻ കൂടുതൽ ഭയക്കേണ്ടത്. നോഗുയേര, റാനെ, അപ്പൂയ അടങ്ങുന്ന മധ്യനിരയും ബോൾ അവസാനം വരെ പിന്തുടർന്ന് ഗോളിലേക്ക് തിരിച്ചുവിടാൻ കഴിവുള്ള പെരേര ഡയസും ബഗാന് തലവേദന സൃഷ്ടിക്കുമെന്ന് സാരം. പ്രതിരോധത്തിൽ ക്യാപ്റ്റൻ ബെക്കയ്ക്കൊപ്പം ആകാശ് മിശ്രയും ടിരിയും ക്രൗമയും ഒക്കെ ചേരുമ്പോൾ തന്നെ ഡിഫൻസും ഭദ്രം. മികച്ച ഫോമിൽ നിൽക്കുന്ന വിശാൽ കെയ്ത്താണെങ്കിലും ചില പിഴവുകൾ ഒഴിച്ചു നിർത്തിയാൽ മുംബൈ ഗോൾ കീപ്പർ ലജൻ പേയ്ക്കും മികച്ച സീസൺ തന്നെയാണിത്. ഏതായാലും നാളെ 7:30 നടക്കുന്ന മത്സരത്തിന്റെ അവസാനത്തോടെ ISLന്റെ 2023-24 സീസണിന്റെ ജേതാക്കളെ നമുക്കറിയാം.